വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ JCIയുടെ 17ാമത്തെ ഇൻസ്റ്റാളേഷൻ സെറിമണി റോട്ടറി ക്ലബ്ബ് ഹാളിൽ നടന്നു. JCIയുടെ 17ാമത്തെ പ്രസിഡന്റായി JFM ആഷിർ റഹ്മാൻ ചുമതലയേറ്റു. പെരിന്തൽമണ്ണ JCIയുടെ 17ാമത്തെ ഇൻസ്റ്റാളേഷൻ റോട്ടറി ക്ലബ്ബ് ഹാളിൽ പ്രൗഢമായ ചടങ്ങിലാണ് നടന്നത്. JCIയുടെ 17ാമത്തെ പ്രസിഡന്റായി JFM ആഷിർ റഹ്മാൻ ചുമതലയേറ്റെടുത്തു. നജീബ് കാന്തപുരം MLA ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഇവിടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു മനുഷ്യനും മറ്റൊരാളുടെ വഴിയിൽ സഞ്ചരിക്കുന്നേയില്ല. ലോകത്ത് ജനിച്ച മുഴുവൻ മനുഷ്യരുടെയും വഴി വ്യത്യസ്തമാണ്. ഒരു ഭാര്യയും ഭർത്താവിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നില്ല, ഒരു കുട്ടിയും അച്ഛൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നില്ല. ലോകത്ത് നമ്മുടെ എല്ലാം വിരലടയാണ് വ്യത്യസ്തമാണെന്ന പോലെ ലോകത്ത് നമ്മുടെ എല്ലാവരുടെയും മാനസിക സഞ്ചാരം വ്യത്യസ്തമാണ്, യാത്രയുടെ വഴികൾ വ്യത്യസ്തമാണ്. ഇനി ലോകത്തിന് വേണ്ടത് ഏറ്റവും പ്രധാനമായ കാര്യം നമ്മൾ വിവേചനമുള്ളവരാവുക, വിവേകമുള്ളവരും വിവേചന ശേഷിയുള്ളവരുമാവുക. JCI പെരിന്തൽമണ്ണയുടെ സെക്രട്ടറിയായി JFM ഷഫീഖ് കൊണ്ടേത്ത്, ട്രഷററായി JC സഫ്വാൻ എന്നിവരും ചുമതലയേറ്റെടുത്തു. മേഖല 28ന്റെ പ്രസിഡന്റായ സോൺ പ്രസിഡന്റ് JFS അഡ്വക്കേറ്റ് ജംഷാദ് കൈനിക്കര, മുൻ നാഷണൽ പ്രസിഡന്റ് JFS സന്തോഷ് കുമാർ, സോൺ വൈസ് പ്രസിഡന്റ് JC മുഹമ്മദ് ആഷിഖ്, പ്രോഗ്രാം ഡയറക്ടർ JFM ആയിഷ രഹന എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. 2024-25 വർഷത്തെ ലോ ഗവേണിംഗ് ബോഡി അംഗങ്ങളായി VP മാനേജ്മെന്റ് JC വിനീത്, VP ട്രെയിനിംഗ് JFM ആയിഷ രഹന, VP കമ്മ്യൂണിറ്റി ആൻഡ് ഡെവലപ്മെന്റായി JC ഷാറൂഫ് KV, VP ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റായി JFM അനീഷ് ഹമാദ്, VP ബിസിനസ്സായി അനീഷ് കുമാർ, VP PR ആയി JC റമീസ്, ലേഡി JC കോർഡിനേറ്ററായി JC ഷമീന, JJ ഡയറക്ടറായി JFM വിജീഷ് വിജയ് എന്നിവർ ചുമതലയേറ്റെടുത്തു. കൂടാതെ ഇവന്റ് ആൻഡ് സെലിബ്രേഷൻ ഡയറക്ടറായി JFM രാമകൃഷ്ണൻ, JC ഷെരീഫ് എന്നിവരും ചുമതലയേറ്റെടുത്തു. മറ്റ് ഡയറക്ടർമാരായി JFM ജാൻസി അനിൽ, JC ഷഫ്ന എന്നിവരും ചടങ്ങിൽ ചുമതലയേറ്റെടുത്തു. കമാൽപത്ര അവാർഡ് ജേതാവ് JFM അനിൽ KG, യങ് എന്റർപ്രണർ അവാർഡ് ED ഡ്രീം ഇൻസ്റ്റിറ്റ്യൂഷൻ ഫൗണ്ടർ ഷിബിൻ എന്നിവർക്ക് ചടങ്ങിൽ കൈമാറി. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.